താങ്കൾ പറഞ്ഞത് അടുത്ത ചോദ്യം ആരാധനയാവുമ്പോ, അതായത് മക്കയിലെ മുശ്രിക്കുകൾ ജിന്നിനെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അവർ അവരോട് ചോദിച്ചിട്ടുണ്ട്. അത് യാതൊരു ആർക്കും തർക്കമല്ല. താങ്കൾ തന്നെ ഇതിന് മുമ്പത്തെ മുഖാമുഖങ്ങളൊക്കെ വിശദീകരിച്ച് ഞങ്ങൾ കേട്ടതാണ്. താങ്കൾ തന്നെ മടവൂരികൾക്കൊക്കെ മറുപടി പറയുമ്പോ പറഞ്ഞതാണ് ഏത്, ഞങ്ങൾ അള്ളാഹു താലക്ക് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് അള്ളാഹു അല്ലാത്ത കൊടുത്താൽ അത് ഷിർക്കാണ്, അത് കുഫറാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞു ഒരു ജിന്ന മുമ്പിൽ വന്നാൽ അയാൾ എന്റെ ജിന്ന സുഖാണോ എന്നൊക്കെ ചോദിച്ചാല് അതുകൊണ്ട് അത് പ്രാർത്ഥന പറയാൻ പറ്റൂല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കളാണ് വാദം മാറ്റിയിട്ടുള്ളത്, അല്ലാതെ ഇവിടെ ആരും വാദം മാറ്റിയിട്ടില്ല. ശരി. അപ്പോ തർക്കമില്ലാത്ത കാര്യത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ജിന്നോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒരു മാറ്റമില്ല. രണ്ട്, ഒരു ജിന്നിനെ കണ്ടാൽ ജിന്നെ സുഖാണോ എന്ന് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അല്ലേ? ആ പറഞ്ഞത് ഈ രൂപത്തിൽ സക്കരിയ മൗലവി പറഞ്ഞതുപോലാണോ? അതാണോ സക്കരിയ മൗലവി പറയുന്നത്? ആണോ? അല്ല. ഒരു ജിന്ന് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നു, ഒരു പേരോട് സാധാരണ പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗം തന്നെ ഉണ്ട്, പേരോടിന്റെ കോലത്തിൽ ജിന്ന് വരും. അപ്പൊ ഒരു പേരോട് ഉസ്താദ് ജിന്നായിട്ട് ഇങ്ങനെ വരികയെന്ന് വിചാരിക്കും. നമ്മുടെ കണ്ണിൽ അയാൾ പേരോടാണ്. നമ്മൾ ചോദിക്കുക എന്താണ് ഇയാള് പേരോട് ഉസ്താദ്? ഇയാൾ ഞാൻ പേരോടല്ല, ഞാൻ ജിന്നാണ്. എന്താ ജിന്നെ സുഖാണോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കുമില്ല, വസീലത്ത് ശിർക്കുമില്ല, അത് പേരോട് ഉസ്താദിനോട് സംസാരമാണ്. നിങ്ങൾക്കത് കേൾക്കാൻ വേണമെങ്കിൽ ഇപ്പോ ഞാൻ ജിന്നാണെന്ന് പറയും. പിന്നെന്താ ജിന്നെന്നല്ല, പിന്നെന്താ ചോദിക്കുക? സുഖാണോ ജിന്നെന്നല്ല എന്താ ചോദിക്കുക? ചില മനുഷ്യന്മാർ ഇപ്പൊ പറയണ്ടത് ഞങ്ങൾ ജിന്നാണ്. ഇപ്പൊ ചില ആൾക്കാർ പ്രൊഫഷണൽ ജിന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊഫഷണൽ ജിന്ന, അങ്ങനെ പല ജിന്നും ഉണ്ടാവും. ആയിക്കോട്ടെ. അപ്പോ ഞാൻ ജിന്നാന്നൊരാൾ പറയാണ്. അപ്പോ സുഖാണോ ജിന്നെന്നല്ല പിന്നെ എന്താ ചോദിക്കുക? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ വാദത്തിലൊരു മാറ്റം. ഇന്നും മനുഷ്യന്മാർ ജിന്നാന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അവരോട് സുഖാണോ, ചായ കുടിച്ചോ, വേണമെങ്കിൽ നമുക്കൊരു കട്ടറടിക്കാതൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഇപ്പോഴും പറയാ. അതാണോ സക്കരിയ മൗലവി പറയുന്നത്? അല്ല. കേട്ടോ സക്കരിയ മൗലവി പറഞ്ഞ ഒന്നുകൂടി. സക്കരിയ മൗലവി പറയുന്നത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്താ അദ്ദേഹം പറയുന്നത്? ഒരാൾ പുഴയിൽ വീണാൽ, ആ പുഴയിൽ വീണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കരയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന, ഇവിടെവിടെയോ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന് ഉണ്ടായേക്കാമല്ലോ, ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല. ഇതാണ് സക്കരിയ മൗലവിയുടെ വാദം, ഇതാ അനസിന്റെ വാദം. ഇത് അനസ് ഇന്ന് വരെ, ഈ കാലയളവ് വരെ എവിടെയെങ്കിലും പ്രസംഗിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഈ വാദം മടവൂരികൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന്. മടവൂരികൾക്ക് ഇപ്പോഴും മറുപടി പറയും. മടവൂരികൾ കൊണ്ടുവരുന്ന വാദങ്ങൾക്ക് കൃത്യമായ മറുപടി കേരളത്തിന്റെ മണ്ണിൽ പലവരും പറഞ്ഞതുപോലെ ഇനിയും മറുപടി പറയും, സംശയമില്ല. അവർ